പണ്ട് പാലസ്തീനയിൽ ഒരു അടിമയെ പെർമനൻ്റ് ആക്കാൻ ചെയ്തിരുന്ന ഒരു സ്ട്രേഞ്ച് സെർമണി ഉണ്ട്. ബൈബിളിൽ വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ, നിയമത്തിന് 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ 6 വർഷം ജോലി എടുക്കുന്ന ഒരു അടിമ, 7ാമത്തെ വർഷം നിങ്ങൾ അവന് ഫ്രീ ആയിട്ട് വിടണം. ആ സമയത്ത് അവൻ പറയാണ്, എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെ വാതിൽപ്പടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ ചെവി അതിലേക്ക് ചേർത്ത് വെച്ചിട്ടൊരു തുളയിടണം. സ്ട്രേഞ്ചാണ്, പക്ഷേ മീനിങ് ബ്യൂട്ടിഫുള്ളാണ്. എന്തുകൊണ്ട് അടയാളം, എന്തുകൊണ്ട് ഡോർ പോസ്റ്റ്, എന്തുകൊണ്ട് ചെവി? ചാപ്പ കുത്തുന്നത് ഓണർഷിപ്പിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് പെർമനൻ്റുള്ള സ്കാർ വരെ ചെവി തുളയിടുന്നത്. അതുകൊണ്ട് ഡോർ പോസ്റ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് കട്ടിളപ്പടികളെ രക്തമെന്ന് പറയുന്നത് അത് ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നുള്ള മോചനമാണ്. സ്ലേവറിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കഥയുണ്ട് അതിനകത്ത്. അപ്പോൾ ഡോറെന്ന് പറയുന്നത് ഒരു ഫ്രീഡമാണ്, ഒരു ചോയ്സാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. അപ്പം ഞാൻ അടിമയാണ്, പക്ഷേ ഫ്രീഡം ഉള്ള അടിമയാണ്. അതാണ് ഡോറ് പറയാം. ഇനി എന്തുകൊണ്ട് ചെവിയിൽ തുളയിടുന്നു? ചെവി. ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒരു പുരോഹിതനെ കോൺസെക്രേറ്റ് ചെയ്യുമ്പോൾ ആടിൻ്റെ രക്തം എടുത്തിട്ട് വലത്തെ ചെവിയുടെ ടിപ്പിലും വലത്തെ കൈയുടെ തള്ളവിരലിലും വലത്തെ കാലിൻ്റെ തള്ളവിരലിലും പുരട്ടണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവി തൊട്ട് എൻ്റെ കാൽപാദം വരെ ഞാൻ ദൈവത്തിന് കോൺസെക്രേറ്റ് ചെയ്യാണ്. എൻ്റെ കേൾവിയും എൻ്റെ പ്രവൃത്തിയും എൻ്റെ നടപ്പും ദൈവത്തിന് എന്നാണ് പറയുക. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ എന്താ പറയുക? എൻ്റെ അമ്മയേക്കാൾ ഭാഗ്യമുള്ളവരാരാണ്? വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. എൻ്റെ കേൾവിയും എൻ്റെ പ്രവൃത്തിയും എൻ്റെ നടപ്പും അത് ദൈവത്തിന് കോൺസെക്രേറ്റ് ചെയ്യുന്നു. ശരിക്കും നമ്മൾ അടിമയാണ്. പൗലോസിൻ്റെ ഭാഷയിൽ അങ്ങനെയാണ്. നമ്മൾ അടിമയാണ്, പക്ഷെ ഫ്രീഡം ഉള്ള, ചോയ്സുള്ള അടിമകളാണ്.